ഹായ് സ്റ്റുഡൻസ്, ഇന്ന് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾ പഠിക്കുന്നത് ഒരു സീഡിനെ കുറിച്ചാണ്. ഒരു ഫെർട്ടിലൈസ്ഡ് മെച്ചർ ഓവ്യൂളിനെയാണ് സീഡ് എന്ന് പറയുന്നത്. സീഡിന് ഒരു സീഡ് കോട്ട് ഉണ്ടായിരിക്കും. ഇതിൻ്റെ അനോട്ടമി പരിശോധിച്ചാൽ വിത്തിനകത്ത് ഒരു ഭ്രൂണം അല്ലെങ്കിൽ എംബ്രിയോ സ്ഥിതി ചെയ്യുന്നു. ഇതിന് വളരുന്നതിനാവശ്യമായ ന്യൂട്രിഷൻസ് ലഭിക്കുന്നത് എൻഡോസ്പേമിൽ നിന്നാണ്. ഈ ചിത്രങ്ങൾ നല്ലതുപോലെ നോക്കി എൻഡോസ്പേം എംബ്രിയോവും എന്താണെന്ന് മനസ്സിലാക്കുക. എൻഡോസ്പേമിൻ്റെ പ്രസൻസിനെയോ ആബ്സൻസിനെയോ അനുസരിച്ച് വിത്തുകളെ അല്ലെങ്കിൽ സീഡുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് ആൽബുമിനസ് സീഡ് അല്ലെങ്കിൽ എൻഡോസ്പെമിക് സീഡ് എന്നും, രണ്ട് എക്സാൽബുമിനസ് സീഡ് അല്ലെങ്കിൽ നോൺ എൻഡോസ്പെമിക് സീഡ് എന്നും വിളിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് ദി ആൽബുമിനസ് സീഡ് ഓർ എൻഡോസ്പെമിക് സീഡ്. എംബ്രിയോ വളരുന്നതിനനുസരിച്ച് എൻഡോസ്പേമിൽ നിന്നും ന്യൂട്രിഷൻസ് അബ്സോർബ് ചെയ്യുന്നു. എൻഡോസ്പെമിക് സീഡുകളിൽ കോട്ടറിഡൻസ് വളരെ നേർത്തതായിരിക്കും. ഇത്തരം സീഡുകളിൽ എംബ്രിയോ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാലും എൻഡോസ്പേം അവശേഷിക്കും. ഇത്തരം സീഡുകളെയാണ് ആൽബുമിനസ് സീഡ് അല്ലെങ്കിൽ എൻഡോസ്പേമസ് സീഡുകൾ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ മോണോകോട്ട് സീഡുകളായ വീറ്റ്, മെയ്സ്, ബാർലി, സൺഫ്ലവർ എക്സെട്ര. മോണോകോട്ട് സീഡുകളിൽ ആൽബുമിനസ് സീഡുകളും എക്സാൽബുമിനസ് സീഡുകളും കാണപ്പെടുന്നു. എക്സാൽബുമിനസ് സീഡുകൾക്ക് ഉദാഹരണമാണ് ഓർക്കിഡ്സ്, അലിസ്മ, നജാസ്, പോത്തോസ്, അമോർഫോഫാലസ്, വാലിസ്നേറിയ മുതലായവ. ആൽബുമിനസ് സീഡുകൾക്ക് ഉദാഹരണമാണ് സീറിയൽസ്, മില്ലറ്റ്സ്, പാംസ്, ലില്ലീസ് മുതലായവ. Second one is exalbuminous seed or നോൺ എൻഡോസ്പെമിക് സീഡ്സ്. സീഡുകൾ മെച്ചറാകുമ്പോൾ എൻഡോസ്പേമിനെ എംബ്രിയോ പൂർണ്ണമായും ഉപയോഗിച്ച് കഴിയും. അത്തരം സീഡുകൾക്കകത്ത് എൻഡോസ്പേം ഒട്ടും തന്നെ കാണുകയില്ല. ഇത്തരം സീഡുകളെ എക്സാൽബുമിനസ് സീഡുകൾ അല്ലെങ്കിൽ നോൺ എൻഡോസ്പെമിക് സീഡുകൾ എന്ന് വിളിക്കുന്നു. ഇവയിൽ കോട്രിഡനുകൾ ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുകയും അവ തടിച്ച് ഫ്ലഷിയായി മാറുകയും ചെയ്യുന്നു. ഡൈക്കോട്ട് പ്ലാന്റ്സിനകത്ത് ആൽബുമിനസ് സീഡുകളും എക്സാൽബുമിനസ് സീഡുകളും കാണപ്പെടുന്നുണ്ട്. ഡൈക്കോട്ട് സീഡുകളിൽ എക്സാൽബുമിനസായി കാണുന്നത് ഗ്രാം, പീ, ബീൻ, മസ്റ്റാർഡ്, മാംഗോ, ഗ്രൗണ്ട്നട്ട് മുതലായവ. ആൽബുമിനസ് സീഡുകളായിട്ടുള്ളവ കാസ്റ്റർ, പോപ്പി, അർട്ടാബോട്രിസ്, കസ്റ്റാർഡ് ആപ്പിൾ മുതലായവ. എംബ്രിയോ സാക്കിൻ്റെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായ ന്യൂട്രിഷൻ ലഭിക്കുന്നത് ന്യൂസെല്ലസിൽ നിന്നാണ്. ചില സീഡുകളിൽ ന്യൂസെല്ലസിൻ്റെ ഉപയോഗശേഷം മിച്ചം വന്ന ഭാഗം, അതായത് റെമിനൻസ് കാണുന്നു. ഇതിനെ പെരിസ്പേം എന്ന് പറയുന്നു. പെരിസ്പേം കാണുന്നത് സാധാരണയായി ബ്ലാക്ക് പെപ്പർ, ഷുഗർ ബീറ്റ് തുടങ്ങിയ സസ്യങ്ങളിലാണ്. ഡോർമൻസി. സീഡിനകത്തെ എംബ്രിയോയുടെ റെസ്റ്റിംഗ് പീരീഡിനെയാണ് ഡോർമൻസി എന്ന് പറയുന്നത്. അതായത് സീഡിനകത്ത് എംബ്രിയോ ഫോം ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് മെച്ചറായി അത് മുളയ്ക്കുന്നത് വരെയുള്ള സമയദൈർഘ്യമാണ് ഡോർമൻസി. ഒരു സീഡ് മെച്ചറായാൽ അതിനകത്തെ വാട്ടർ കണ്ടൻറ്റ് കുറയുകയും ഈ അവസ്ഥയിൽ എംബ്രിയോ ഇനാക്റ്റീവ് ആവുകയും ചെയ്യുന്നു. അനുകൂല കാലാവസ്ഥയിൽ, അതായത് ടെമ്പറേച്ചർ, ഓക്സിജൻ, വാട്ടർ എന്നിവ ലഭ്യമാകുമ്പോൾ അവ മുളച്ച് ഒരു തൈച്ചെടിയാകുന്നു. ഡോർമൻസി എന്ന് പറഞ്ഞാൽ എംബ്രിയോയുടെ റെസ്റ്റിംഗ് പീരീഡാണ്. അത് അനിമൽസിൽ നമുക്ക് പകരം ഉപയോഗിക്കാവുന്ന വാക്കാണ് പ്രഗ്നൻസി. ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ
വിത്തിനകത്തിരിക്കുന്ന ഭ്രൂണം മുളച്ച് വെളിയിൽ വരുന്ന അവസ്ഥയാണ്. അതിന് പകരം നമുക്ക് അനിമൽസിൽ ഉപയോഗിക്കാവുന്ന വാക്കാണ് ഡെലിവറി. അഡ്വാൻറ്റേജ് ഓഫ് സീഡ് ഡോർമൻസി. അനുകൂല കാലാവസ്ഥകളിൽ മാത്രം സീഡ് ജെർമിനേറ്റ് ചെയ്ത് വംശവർദ്ധനവ് നിലനിർത്തുന്നതിന് സഹായിക്കുന്നു. ദാറ്റ് മീൻസ് ഇനേബിളിംഗ് സക്സസ്ഫുൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സീഡ്ലിംഗ്. സീഡ് ഡോർമൻസിക്ക് കാരണമാകുന്ന ഫാക്ടേഴ്സ്: ഒന്ന്, ഹാർഡ് സീഡ് കോട്ട്. അതായത് സീഡിന് നല്ല കട്ടിയുള്ള തോടാണെങ്കിൽ എളുപ്പത്തിൽ വാട്ടറിനെയും ഗ്യാസസിനെയും അകത്തേക്ക് കടത്തിവിടുന്നില്ല. അത് ഡോർമൻസിക്ക് കാരണമാകുന്നു. സെക്കൻഡ് വൺ ഈസ് ഇമ്മച്വർ എംബ്രിയോ. അതായത് സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്ന സമയത്ത് എംബ്രിയോയ്ക്ക് പാർഷ്യൽ ഡെവലപ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഫുൾ ഡെവലപ്മെൻറ്റ് അതിന് ശേഷമായിരിക്കും ഉണ്ടാകുക. അതുവരെ അത് ഡോർമൻ്റ് സ്റ്റേജിലായിരിക്കും. ദെൻ തേർഡ് വൺ, ആഫ്റ്റർ റൈപ്പനിങ്. സീഡ് ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നത് സീഡ് മെച്ചർ ആയതിനു ശേഷമായിരിക്കും. അതും ഡോർമൻസിക്ക് കാരണമാകുന്നു. ദെൻ പ്രസൻസ് ഓഫ് ജെർമിനേറ്റിംഗ് ഇൻഹിബിറ്റേഴ്സ്. അതായത് അബ്സിസിക് ആസിഡ്, ഹൈഡ്രോക്സിലമീൻ, ഫീനോളിക് ആസിഡ് എന്നിവയുടെ സാന്നിധ്യം ഡോർമൻസിക്ക് കാരണമാകുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, തക്കാളി അതിൻ്റെ ജ്യൂസിൽ ട്രീറ്റ് ചെയ്ത് നട്ടു കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ മുളയ്ക്കത്തില്ല. കാരണം അതിനകത്ത് അബ്സിസിക് ആസിഡ് എന്ന ജെർമിനേറ്റിംഗ് ഇൻഹിബിറ്റർ ഉള്ളതുകൊണ്ടാണ്. ഡോർമൻസി പീരീഡ് കൂടുതലുള്ള വിത്തുകളെ എളുപ്പത്തിൽ മുളയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ഡോർമൻസിയെ മാനുവലായിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയുള്ള മെത്തേഡുകൾ താഴെ പറയുന്നവയാണ്. ഒന്ന്, സ്കാരിഫിക്കേഷൻ. അതായത് കട്ടി കൂടിയ സീഡ് കോട്ടാണ് എങ്കിൽ അവയെ നൈവ്സ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സാൻഡ് പേപ്പർ ഉപയോഗിച്ചോ കട്ടി കുറയ്ക്കുക വഴി പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയും സീഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ കെമിക്കൽ മെത്തേഡ് ഉപയോഗിച്ചും സീഡ് ഡോർമൻസിയെ ബ്രേക്ക് ചെയ്യാം. അതായത് ആൽക്കഹോളിൽ ട്രീറ്റ് ചെയ്താൽ കട്ടിയുള്ള വാക്സി കോട്ടിംഗ് ഉണ്ടെങ്കിൽ അവ ഡിസോൾവ് ആവുകയും സീഡിൻ്റെ പെർമിയബിലിറ്റി വർദ്ധിക്കുകയും ചെയ്യും. സെക്കൻഡ് വൺ ഈസ് ദി ലോ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ്. അതായത് സീഡ് ഡോർമൻസിയെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അവയെ ലോ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചറും ഹൈ ടെമ്പറേച്ചറും മാറി മാറി കൊടുക്കുകയോ ചെയ്താൽ സീഡ് ഡോർമൻസി ബ്രേക്ക് ആവും. തേർഡ് വൺ, എക്സ്പോഷർ ടു ലൈറ്റ്. അതായത് വിസിബിൾ സ്പെക്ട്രത്തിലെ റെഡ് റീജിയൻ സീഡ് ഡോർമൻസിയെ ബ്രേക്ക് ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുന്നു. അതിനുവേണ്ടിയാണ് വിത്തുകൾ വിതയ്ക്കുന്നതിന് മുമ്പ് വെയിലത്തിട്ട് നല്ലതുപോലെ ഉണക്കുന്നത്. ഫോർത്ത് വൺ, കോമ്പൗണ്ട്സ് സ്റ്റിമുലേറ്റിംഗ് ജെർമിനേഷൻ. അതായത് വിത്തുകൾ വിതയ്ക്കുന്നതിന് മുൻപ് തന്നെ അവയെ പൊട്ടാസ്യം നൈട്രൈറ്റ്, തയോയൂറിയ, ഗിബർലിൻസ് മുതലായവയിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡോർമൻസി ബ്രേക്ക് ചെയ്യാവുന്നതാണ്. ഫിഫ്ത്ത് വൺ ഈസ് ദി പ്രഷർ. അതായത് ചിലയിനം വിത്തുകളുടെ പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി അവയെ ഹൈ ഹൈഡ്രോളിക് പ്രഷറിന് വിധേയമാക്കിയാൽ മതി. നെക്സ്റ്റ്, ഫ്രൂട്ട്സ്. ഫെർട്ടിലൈസേഷന് ശേഷം ഓവറി ഫ്രൂട്ടായി മാറുന്നു. എന്നാൽ ചില പ്ലാന്റ്സിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ ഓവറി ഫ്രൂട്ടായി മാറുന്നു. അത്തരം ഫ്രൂട്ടുകളെ പാർത്തനകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയുന്നു. ഈ പ്രക്രിയയ്ക്ക് പാർത്തനകാർപ്പി എന്നും പറയുന്നു. എക്സാമ്പിൾ, ബനാന ഫ്രൂട്ട്. പെരികാർപ്പ്. ഫെർട്ടിലൈസേഷന് ശേഷം ഓവറി വാൾ പെരികാർപ്പ് അല്ലെങ്കിൽ ഫ്രൂട്ട് വാളായി മാറുന്നു. ഇത് ഒന്നുകിൽ തിൻ ആയിരിക്കും അല്ലെങ്കിൽ തിക്കോ ഫ്ലഷിയോ ആയിരിക്കും. ഫ്ലഷി ആണോ എങ്കിൽ അതിന് 3 ഭാഗങ്ങളുണ്ടായിരിക്കും. ഏറ്റവും വെളിയിൽ കാണുന്ന ഭാഗത്തിന് എപ്പികാർപ്പെന്നും മിഡിൽ ഭാഗത്തിന് മീസോകാർപ്പെന്നും ഉള്ളിൽ കാണപ്പെടുന്ന ഭാഗത്തിന് എൻഡോകാർപ്പെന്നും പറയുന്നു. ഡ്രൈ ഫ്രൂട്ടാണെങ്കിൽ പെരികാർപ്പ് അൺഡിഫറൻഷിയേറ്റഡ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാങ്ങ, അതിൻ്റെ ഏറ്റവും പുറമെയുള്ള തൊലി എപ്പികാർപ്പ്, നാം കഴിക്കുന്ന മാംസളമായ ഭാഗം മീസോകാർപ്പ്, സീഡിൻ്റെ പുറത്ത് കാണപ്പെടുന്ന കോട്ട് എൻഡോകാർപ്പ്. ഫ്രൂട്ട്സുകളെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. ട്രൂ ഫ്രൂട്ട്സുകളെന്നും ഫാൾസ് ഫ്രൂട്ട്സുകളെന്നും. ഒരു ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നത് ഓവറിൽ നിന്ന് മാത്രമാണെങ്കിൽ അവയെ ട്രൂ ഫ്രൂട്ടുകളെന്ന് വിളിക്കുന്നു. മാംഗോ, ഗുവ, ഗ്രേപ്സ് മുതലായവ എക്സാമ്പിൾ. സെക്കൻഡ് വൺ ഈസ് ദ ഫാൾസ് ഫ്രൂട്ട്. ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓവറിയോടൊപ്പം മറ്റ് ചില ഫ്ലോറൽ വേൾസുകളായ ടപ്പൽസോ ബ്രാക്സോ തലാമസോ കൂടി ചേരുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സിനെ ഫാൾസ് ഫ്രൂട്ട്സ് എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ, ആപ്പിൾ, പെയ്യാർ, കാഷ്യൂനട്ട്, അനാനാസ്, മൾബറി മുതലായവ.
three main types of fruits: simple fruits, aggregate fruits, then composite or multiple fruits. Simple fruits ഒരു മോണോകാർപ്പലറി സിൻകാർപ്പസ് പിസ്റ്റിൽ നിന്നും ഉണ്ടാകുന്ന ഫ്രൂട്ട്സിനെയാണ് സിമ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുക. എക്സാമ്പിൾ മാംഗോ, മൈസ്, ഗ്രൗണ്ട്നട്ട്, ടൊമാറ്റോ എക്സെട്ര. സെക്കൻഡ് വൺ ആഗ്രിഗേറ്റ് ഫ്രൂട്ട്. ഒരു മൾട്ടി കാർപ്പലറി അപ്പോകാർപ്പസ് പിസ്റ്റിൽ നിന്നും ഉണ്ടാകുന്നവയാണ് ആഗ്രിഗേറ്റ് ഫ്രൂട്ട്. എക്സാമ്പിൾ കസ്റ്റാർഡ് ആപ്പിൾ, അനോണ എക്സെട്ര. തേർഡ് വൺ കോമ്പോസിറ്റ് ഓർ മൾട്ടിപ്പിൾ ഫ്രൂട്ട്. ഒരു ഇൻഫ്ലോറസൻസിൽ നിന്നും ഉണ്ടാകുന്ന ഫ്രൂട്ട്സുകളാണ്. ഇവിടെ ഫ്ലവേഴ്സ് ക്രൗഡഡ് ആയിരിക്കും. അത്തരം ഫ്രൂട്ടുകൾ ജാക്ക് ഫ്രൂട്ട്, മൾബറി മുതലായവ. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് അപ്പോകാർപ്പസ് കണ്ടീഷൻ, സിൻകാർപ്പസ് കണ്ടീഷൻ? കാർപ്പൽസ് ഫ്യൂസ്ഡ് ആണെങ്കിൽ സിൻകാർപ്പസ് എന്നും കാർപ്പൽസ് എല്ലാം ഫ്രീ ആണെങ്കിൽ അപ്പോകാർപ്പസ് എന്നും വിളിക്കുന്നു. ഗൈനീഷ്യത്തിൻ്റെ യൂണിറ്റിനെ കാർപ്പൽസ് എന്ന് വിളിക്കുന്നു. സീഡുകൾക്ക് വളരെ കാലം പഴക്കമുണ്ടെങ്കിലും അതിനകത്ത് എംബ്രിയോ ലൈവ് ആയിരിക്കും. അങ്ങനെയുള്ള സീഡുകളെയാണ് നമ്മൾ വയബിൾ സീഡുകളെന്ന് വിളിക്കുക. വളരെയധികം പഴക്കമുള്ള വയബിൾ സീഡ് ലൂപ്പൈൻ സീഡാണ്. ലൂപ്പിനസ് ആർട്ടിക്കസ് എന്ന ശാസ്ത്രീയനാമമുള്ള പ്ലാന്റിൻ്റെ സീഡാണ് ലൂപ്പൈൻ സീഡ്. ഇത് ആർട്ടിക് തുന്ദ്രയിൽ നിന്നും കണ്ടെത്തിയതാണ്. ഏകദേശം 10,000 വർഷത്തെ ഡോർമൻസി പീരീഡാണ് ഇതിനുള്ളതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. റീസെൻ്റ് റെക്കോർഡ് ഓഫ് 2000 വർഷം പഴക്കമുള്ള സീഡ്, അതൊരു ഡേറ്റ് പാം ആണ്, അതായത് ഈന്തപ്പന. അതിൻ്റെ ശാസ്ത്രീയ നാമം ഫീനിക്സ് ഡാക്ടൈലിഫറ എന്നാണ്. ഇത് ഡെഡ് സീക്ക് സമീപമുള്ള കിങ് ഹെറോൾഡ് പാലസിൽ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടത്തിയപ്പോൾ കിട്ടിയതാണ്. Special mode of reproduction. First one is apomixis or agamospermy. It is a modified form of asexual reproduction that mimics sexual reproduction. അതായത് ഇതൊരു എസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മോഡിഫൈഡ് ഫോമാണ്, പക്ഷേ അത് സെക്ഷൽ റീപ്രൊഡക്ഷനുമായി സാമ്യത പുലർത്തുന്നു. ഇങ്ങനെ ഗാമറ്റിക് ഫ്യൂഷൻ നടക്കാതെ വിത്തുകൾ ഉണ്ടാകുന്ന പ്രക്രിയയ്ക്ക് അപ്പോമിക്സിസ് എന്ന് വിളിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഡിപ്ലോയിഡ് ന്യൂസെല്ല് സെൽസ് ഒരു സ്റ്റിമുലേഷൻ ഉണ്ടായി എംബ്രിയോയി മാറുകയും അത് ഒരു ഡിപ്ലോയിഡ് സീഡായിട്ട് മാറുകയും ചെയ്യുന്നു. ഇവിടെ ഉണ്ടാകുന്ന വിത്തുകൾക്ക് അല്ലെങ്കിൽ അത് മുളച്ചുണ്ടാകുന്ന പ്ലാന്റ്സുകൾക്ക് പാരൻറ്റിൻ്റെ അതേ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോമിക്സിസ് വഴി ഉണ്ടാകുന്ന സന്തതികളെ അപ്പോമിക്റ്റുകളെന്ന് വിളിക്കുന്നു. പോളി എംബ്രിയോണി. ഒരു വിത്തിനകത്ത് ഒന്നിൽ കൂടുതൽ എംബ്രിയോകൾ കാണുന്ന അവസ്ഥയ്ക്കാണ് പോളി എംബ്രിയോണി എന്ന് വിളിക്കുന്നത്. ഓറഞ്ച് സീഡിലാണ് ആദ്യമായി പോളി എംബ്രിയോണി ലീവൻ ഹൂക്ക് എന്ന സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചത്. ഒരു സീഡിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഒരെണ്ണം മാത്രമേ മെച്ചറാകുന്നുള്ളൂ, ബാക്കിയുള്ളവ ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. സാധാരണയായി പോളി എംബ്രിയോണി കാണപ്പെടുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പൈൻ ട്രീസ്, ഒണിയൻ, ഓറഞ്ച്, ലെമൺ, മാംഗോ, ഗ്രൗണ്ട്നട്ട് മുതലായവ.